വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുന്ദര സുദിനത്തിൽ കോട്ടത്തറ ഇടവകയിൽ നിന്ന് സേവനം ചെയ്ത് ഇടവകയെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയിലേക്ക് നയിച്ച എല്ലാ വികാരിയച്ഛന്മാർക്കും ചെറുപുഷ്പ മിഷലിങ്ങിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. മാനന്തവാടി രൂപതയുടെ ഇടയിൽ അഭിനയമാർ ജോസ് പെർലയുടെ പിതാവ് ഓഗസ്റ്റ് മാസം 4-ാം തീയതി തിരുസഭ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാന്റെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. ഈ നല്ല നിമിഷത്തിൽ എല്ലാവർക്കും കോട്ടത്തറ മിഷൻ ലീഗിന്റെ പേരിൽ തിരുനാളിന്റെ മംഗളങ്ങള് ആശംസിക്കുന്നു. തോമസ് പെരുമാറ്റിക്കുന്നേലച്ചൻ 2005 മുതൽ 2007 വരെ സെന്റ് ആൻഡ്രൂസ് പള്ളിയിലെ വികാരിയായിരുന്ന കാലഘട്ടത്തില് ഒത്തിരിയേറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മറ്റു പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മഴയും വെള്ളവും വരുമ്പോൾ ഒറ്റപ്പെടുന്ന പ്രദേശം, ലോക സമൂഹത്തിൻ്റെ കൂട്ടായ്മ, വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു കാലഘട്ടം. യുവജനങ്ങളും കുട്ടികളും മതാധ്യാപകരും ഇക്കാരന്മാർ, കമ്മിറ്റിക്കാർ, സിസ്റ്റേഴ്സ് എല്ലാം, അതുപോലെ തന്നെ കുടുംബ കൂട്ടായ്മകളൊക്കെ വളരെ മനോഹരവും ഹൃദ്യവുമായിട്ട് ഒരനുഭവമായിരുന്നു. അപ്പോൾ ഈ സന്തോഷകരമായ വാർത്ത അറിയിക്കുവാൻ ഏറെ സന്തോഷമുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ മുൻ വികാരി ഷാജു മുളവരക്ക് നിലച്ച്. വിശുദ്ധ ജോൺ മേരി വിയാനിയുടെ തിരുനാൾ ദിനത്തിൽ കോട്ടത്തറ ഇടവകയിലെ എല്ലാ മിഷൻ ലീഗ് അംഗങ്ങൾക്കും എല്ലാവിധ ഭാവങ്ങളും സ്നേഹത്തോടെ ആശംസിക്കുന്നു. അനിലച്ചൻ മൂന്നിനാട്ട് 2021 മുതൽ 22 വരെ സേവനം ചെയ്തു. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ഏവർക്കും, പ്രത്യേകിച്ച് വൈദികർക്ക്, സ്നേഹത്തോടുകൂടി തിരുനാൾ മംഗളങ്ങളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. മിഷൻ ലീഗ് കോട്ടത്തറ ശാഖയിലെ മുഴുവൻ അംഗങ്ങൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പ്രിയ മിഷൻ ലീഗ് പ്രവർത്തകരെ, നിങ്ങളുടെ പ്രതിനിധി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച ഓഗസ്റ്റ് 4-ാം തീയതി വിയാനി പുണ്യവാന്റെ തിരുനാളോടനുബന്ധിച്ച് നിങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന വലിയ കാര്യങ്ങളുടെ ഭാഗമായിട്ട് അച്ഛന്മാരുടെ ഒരു സന്ദേശം കൂടി സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന കാലത്തുള്ള മിഷൻ ലീഗ് പ്രവർത്തനത്തെ പറ്റി ചുരുങ്ങിയ വിവരണങ്ങൾ നൽകണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഒത്തിരി സന്തോഷമുണ്ട് ഈ പ്രകാരമുള്ള ഒരു അഭ്യർത്ഥന കേൾക്കുവാനായിട്ട്. ഞാൻ അവിടെ ആയിരുന്ന കാലം ഒത്തിരി നല്ല ഒരു കാലഘട്ടമായിരുന്നു. 12 മുതൽ 15 വരെ, 2012 മുതൽ 15 വരെ കാലഘട്ടങ്ങളിൽ നല്ല വേദപാഠം, നല്ല മിഷൻ ലീഗ്, നല്ല യുവജനങ്ങൾ, നല്ല വിൻസെൻ്റ് ഇപ്പോൾ, ഇങ്ങനെ എല്ലാ തുറകളിലും അമ്മമാരുടെ സംഘം എല്ലാം വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എനിക്ക് അവിടെ ഉണ്ടാകാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായിരുന്നു. മിഷൻ ലീഗിൻ്റെ പ്രവർത്തനം കൂടുതൽ നന്നാകുന്നതിന് വേണ്ടി മതാധ്യാപകരുടെ ഒരു വലിയ ഇടപെടലും അവരുടെ സഹകരണം ഉണ്ടായിരുന്നതുകൂടി അനുസ്മരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, ഈ മിഷൻ ലീഗിൽ പ്രവർത്തിച്ചിരുന്നവരാണ് ക്രമേണ യുവജനങ്ങളിലേക്ക് വന്നത്. യുവജനങ്ങൾ ക്രമേണ ഇടവകയുടെ വിവിധങ്ങളായ തലങ്ങളിലേക്ക് കയറി വരികയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഇപ്പോൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നു, അന്ന് മിഷൻ ലീഗ് പ്രവർത്തിച്ചിരുന്ന പലരും ഇന്ന് ജീവിതത്തിൻ്റെ തന്നെ പല വിവിധങ്ങളായ തുറകളിൽ വളരെ നല്ല സ്ഥാനം വഹിച്ചുകൊണ്ട് വളരെ ഉത്തരവാദിത്വപൂർണമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അന്ന് കിട്ടിയിരിക്കുന്ന ശിക്ഷണവും അന്ന് കിട്ടിയ പരിശീലനവും എല്ലാം വളരെ നന്നായിരുന്നു എന്നൊരു ബോധ്യമാണ് എനിക്കിപ്പോഴുള്ളത്. ചെറുപ്പത്തിലെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ നല്ല ശിക്ഷണങ്ങൾ, നല്ല അവസരങ്ങൾ സ്വീകരിക്കുവാനായിട്ട്, അങ്ങനെ ദൈവത്തിനും സമൂഹത്തിനും വേണ്ടി ജീവിക്കുവാൻ സാധിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറുന്നു, സമൂഹത്തിന് അഭിമാനമായിട്ട് മാറുന്നു. ദൈവം നിങ്ങൾ സമൃദ്ധരാകുകയും ചെയ്യും. തുടർന്ന് വരുന്ന സമൂഹത്തെ ഇതുപോലെ പരിശീലിപ്പിച്ച് ദൈവത്തിന് വേണ്ടവരായി ജീവിക്കുവാനുള്ള കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ജോസ് ചക്കട്ടക്കുടി അച്ഛൻ 1997 മുതൽ 2003 വരെ സേവനം ചെയ്തു. ചാക്കോ മേപ്പുറത്തച്ഛൻ 2008 മുതൽ 2012 വരെ സേവനം ചെയ്തു. ടോമി കൊച്ചുവരക്കലച്ചൻ 2015 മുതൽ 2018 വരെ സെന്റ് ആൻഡ്രൂസ് ചർച്ച് കോട്ടത്തറയിൽ സേവനം ചെയ്തു.